മരുന്നിന് പോലുമില്ല മരുന്ന്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്ന് രോഗികൾ പറയുന്നു. കാരുണ്യ ഫാർമസികളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം വീണ്ടും രൂക്ഷമാകുകയാണ്. ആവശ്യ മരുന്നുകൾ വില കുറവുള്ളവ ലഭ്യമാണ് എങ്കിലും വില കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന മരുന്നുകളാണ്. പ്രധാനമായും പനിക്കും മറ്റുമുള്ള സിറപ്പുകളടക്കമാണ് കൂടുതലായും ലഭ്യമാകാതിരിക്കുന്നത് എന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. വലിയ വിലയുള്ള മരുന്നുകളടക്കം പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ. കാരുണ്യ ഫാർമസിയിലും സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. വിലപിടിപ്പുള്ള മരുന്നുകൾ ഫാർമസിയിൽ ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. മരുന്നുകൾ എത്തിക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്ന ഒരു പരാതിയും രോഗികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഏറെ ദിവസങ്ങളായി ഒരു സിറപ്പിനും മറ്റുമായി കയറിയിറങ്ങേണ്ട അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ സിറപ്പ് വാങ്ങുന്നതിന് വേണ്ടി ഡോക്ടറെ കണ്ടതിന് ശേഷം ഫാർമസിയിൽ എത്തിയവർക്ക് ഇപ്പോഴും ആ സിറപ്പുകൾ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. ഇപ്പം മരുന്നിന് എഴുതിയപ്പോൾ സിറപ്പാണ് കിട്ടാത്തത്. ടാബ്ലറ്റ് 5 കിട്ടി. 140 രൂപ വരെയായി ചുമയ്ക്കുള്ള മരുന്ന് സിറപ്പ്. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ജനലാശുപത്രിയിൽ തന്നെയാണ് ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ടാണ്. അവർ പറഞ്ഞത് വേറൊന്നുമില്ല, സിറപ്പില്ല, പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. വലിയ വിലയായിരിക്കും. ജനറൽ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകുമ്പോഴും രോഗികൾക്ക് ആവശ്യ സമയത്ത് മരുന്നുകൾ എത്തിക്കാൻ വൈകുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്.